പ്രവാസികളെ സമ്മതിക്കണം. അയ്യോ, ഇത്ര കൊല്ലമായി നാട്ടിൽ നിന്ന് പോയിട്ട്. ഭാര്യയും മക്കളെയും ഭർത്താവിനെ മക്കളെ അച്ഛനെ അമ്മയൊക്കെ അയ്യോ നാട്ടിലാക്കിയിട്ട് കാണാൻ കൊതിയാവുന്നില്ലേ. അയ്യോ, ഇനി 2 കൊല്ലം കൂടെ നിന്നാലേ എൻ്റെ കടം തീരുള്ളൂ എന്നും പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ സാഹചര്യമല്ലേ അല്ലേ. എന്തിനാ കടം പറ്റി വെച്ചെന്ന് ചോദിക്കും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം. എനിക്കുണ്ട് അത്യാവശ്യം കടം. അത് തീർക്കാനാണ് ഞാൻ മാറി നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനെയും മോളെയും കാണാഞ്ഞിട്ട് നമുക്ക് അല്ലേ. അയ്യോ, എൻ്റെ മമ്മിയൊക്കെ കാണാഞ്ഞിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. പ്രവാസികൾക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അയ്യോ, എൻ്റെ മനസ്സ് ശരിക്കും ആദ്യമൊക്കെ വലിയ സങ്കടമായിരുന്നു, കരച്ചിൽ വരുമായിരുന്നു മോള് വിളിക്കുമ്പോൾ, ഹസ്ബൻഡ് വിളിക്കുമ്പോൾ. പക്ഷെ ഇപ്പം അത്രയും തോന്നുന്നില്ല. കാരണം ഇത്രയും ദിവസമായില്ല, എന്നാലും സങ്കടമുണ്ട് ചെല്ലുമ്പോൾ. അയ്യോ, ഞാൻ പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരണം എന്നെ കൂട്ടാനായിട്ട്. ഒന്ന് അനുഭവിക്കണ്ടേ അല്ലേ. ഞാൻ ഒത്തിരി അകലെയൊന്നും പോയിട്ടില്ല, ഒത്തിരി അകലെ പോകുന്നില്ല. കാരണം മാസത്തിൽ 1-2 മാസം കൂടുമ്പോഴൊക്കെ വരത്തക്ക രീതിയിൽ. പ്രവാസികൾക്കൊരു ബിഗ് സല്യൂട്ട്. എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നേരെയാക്കി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ നാട്ടിൽ വന്ന് ജീവിക്കാൻ ഇടയാകട്ടെ. ഇവ അനുഗ്രഹിക്കട്ടെ. ഞാൻ അനുഭവിക്കുന്നുണ്ട്.